Hello guys, welcome back to my channel Legend SS 98%. Today guys, I restarted work again. So today I will show you the basic ground exercise. എങ്ങനെയാണ് ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം ഏതൊരു വർക്കൗട്ടും വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള മെയിൻ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പേക്കും നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് നമ്മൾ ഗ്രൗണ്ട് എക്സസൈസ് അറിഞ്ഞിരിക്കണം. അതിന് ഏതൊരു വർക്കൗട്ട് നല്ല രീതിക്ക് ചെയ്യുന്നതിന് മുമ്പേ ഇത് മൊത്തം ഒരു ഐഡിയ വച്ചിരിക്കണം. അതിന് ഗ്രൗണ്ട് എക്സസൈസ് മെയിനായിട്ട് ഒരു പ്രധാന ഘടകമാണ്. ഗ്രൗണ്ട് എക്സസൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെയിറ്റ് ലിഫ്റ്റിങ് അതുപോലുള്ള സെക്ഷനായിട്ടുള്ള പല ഘട്ടങ്ങളായിട്ട് വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യുന്നത്. നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കോർ ട്രെയിനിങ് ചെയ്യുന്നത് ഇത് ഗ്രൗണ്ട് എക്സസൈസിന് ശേഷം മാത്രമാണ്. മിനിമം ഒരു അരമണിക്കൂർ സ്പീഡ് വർക്കൗട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾ ഒരു മിനിമം ഗ്രൗണ്ട് വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. അതിന് ശേഷമാണ് ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കേണ്ടത്. വെയിറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ വെയിറ്റ് ലിഫ്റ്റ് ഡംബിൾസ് അതായത് ബാർബെല്ലായാലും ഏറ്റവും വലുത് എടുക്കരുത്. ആദ്യം നമുക്ക് തുടക്കം എന്ന നിലയ്ക്ക് ചെറിയ വെയിറ്റ് എടുത്ത് കളിക്കേണ്ടതാണ്. ആദ്യം 5 മുതൽ 5 കിലോ 6 കിലോ 7 കിലോ അങ്ങനെയുള്ള അത് ചെയ്യുന്നതിനും ഒരു നിശ്ചിത ശതമാനം കൗണ്ടുണ്ട്. ആ കൗണ്ടിനനുസരിച്ച് മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓരോ സെക്ഷനാണ്, ഓരോ കോഴ്സ് ബൈ കോഴ്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൈക്ക് ജസ്റ്റ് ഇടുന്നു. എൻ്റെ ഈ ഇരിക്കുന്നത് മൊത്തം 8 കിലോ ഡിസ്കാണ്. ഈ ഇരിക്കുന്നത് 8 കിലോ മീൻസ് ഈ ഒറ്റ ഡിസ്ക് 4 കിലോ, ഇങ്ങനെ 4 4 8 കിലോ ഡിസ്കാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. പ്ലസ് ഇതിൻ്റെ ഈ ബാർവെലിൻ്റെ വെയിറ്റ്. അപ്പോൾ നമ്മൾ ഒരു ഡംബിൾസ് എടുക്കുകയാണ്. എടുത്തിട്ട് ബേസിക്കായിട്ട് നമ്മൾ വെയിറ്റ് അടിക്കുമ്പോൾ ആ ഡംബിൾസ് അടിക്കുമ്പോൾ ഒരു ഫുൾ കോഴ്സ് സെറ്റ് നമ്മൾ ചെയ്യണം. ഇപ്പം നമ്മൾ ഹാൻഡിന് പമ്പ് ചെയ്യണം. ഹാൻഡിന് പമ്പ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സൈഡും നമ്മൾ ഒരുപോലെ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കണം. ഈ ഇടത് സൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലത് സൈഡും കൂടി അതുപോലെ ചെയ്യുക. അതുപോലെ നിശ്ചിത ഒരു 20 ചെയ്തു, അല്ലെങ്കിൽ ഒരു 15 ചെയ്തു. അതില്ലെങ്കിൽ അത് കഴിഞ്ഞ് കൂട്ടി ബേസിക്കലി ഒരു 15 തൊട്ട് നമുക്ക് തുടങ്ങാം. തുടക്കം എന്ന നിലയ്ക്ക് ഒരു 15, പിന്നെ 20. അത് ഇങ്ങനെ 15 കഴിഞ്ഞ് പിന്നെ അടുത്ത് 20 അടിക്കണം എന്നൊന്നുമില്ല. അത് ഫൈനലായിട്ട് ഇത് ചെയ്ത് ഒരു കോഴ്സ് ചെയ്ത് നമ്മൾ ഒരു കയ്യിലെ ഒരു ഹാൻഡിൻ്റെയും ഫോറാമിൻ്റെയും ബൈസെപ്സിനെ ചെയ്ത് നിർത്തുമ്പോൾ ഒരു 15 ചെയ്തിട്ട് അടുത്ത് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുമ്പോൾ ഒരു 20 എണ്ണം അങ്ങനെ കൗണ്ട് കൂട്ടി ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഹാൻഡും പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ മാത്രമല്ല ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്യുക. എല്ലാ സൈഡിലേക്കുള്ളതും ചെയ്യുക. ഫ്രണ്ടിൽ ഈ 4 പൊസിഷനും ചെയ്യുക. ഇതൊരു പൊസിഷനാണ്. പിന്നെ ഇങ്ങനത് അങ്ങനെ 4 ഈ കൈക്കുള്ള മെയിനായിട്ട് ചെയ്ത് ഫോറാമിൻ്റെ കളിക്കുക. ഈ ചെസ്റ്റിൻ്റെ ഡെൽറ്റോയിഡ് ഭാഗം ഇത് വരാണ്ട് ഇത് ചെയ്യുക. പിന്നെ ഈ ബാക്കിലുള്ള ഷോൾഡർ മെയിനായിട്ട് അതിനു വേണ്ടി ചെയ്യുക. ഫുൾ കോഴ്സ് ചെയ്ത് നമ്മൾ നിർത്തണ്ട. നമ്മൾ എല്ലാം കൂടി ഇപ്പോൾ ചെയ്യണമെന്നില്ല. ആദ്യം കുറേശ്ശെ നമ്മൾ പഠിച്ചതിന് ശേഷം അത് നിശ്ചിത കോഴ്സ് നിശ്ചിത തവണ കൗണ്ടിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇത് ഡംബിൾസ് ഇത് സെറ്റ് കളിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതാണ് വെയിറ്റ് എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം നമുക്ക് ഇത് ഡെയിലി ബേസിൽ നിത്യവും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ട മെയിൻ ഒരു കാര്യമാണ്. പിന്നെ എന്ന് പറയുന്നത് എനിക്ക് പറയണം, മെയിൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എയർ ഇൻടേക്ക് എക്സൈൽ ഇത് കറക്റ്റ് ആയിരിക്കണം. കാരണം നമ്മൾ വെയിറ്റ് അടിക്കുമ്പോൾ നമ്മൾ ആ ഫലം പൂർണ്ണമായിട്ട് ഈ തോതിൽ കിട്ടണമെങ്കിൽ നമ്മൾ വെയിറ്റ് കയ്യിൽ ഫ്രീ ആയിട്ട് നിൽക്കുക. വെയിറ്റ് നമ്മൾ എടുക്കുമ്പോൾ എയർ അങ്ങ് വിടുക, പുറത്തേക്ക് വിടുക എയർ. പിന്നെ അത് കൈ നോക്കുമ്പോൾ വീണ്ടും ഉള്ളിലേക്ക് വലിക്കുക. അങ്ങനെയാണ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. എയർ ഇൻടേക്ക് ആൻഡ് എക്സൈൽ കറക്റ്റ്. ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതും
കറക്റ്റ് രീതിയായിരിക്കും. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഏത് വർക്കൗട്ടും, ഇപ്പൊ ഏത് സിമ്പിൾ നിസ്സാരമായ വർക്കൗട്ടും നമുക്ക് അത് ബെനിഫിറ്റിലേക്ക് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ഇപ്രകാരം ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഉപയോഗത്തിൽ വരത്തുള്ളൂ. അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഗ്രൗണ്ട് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ കൈ വെക്കുക ചെയ്യുക. കൈ, ലെഗ്സ്, പിന്നെ നമ്മളെ ഇത് ഇടുപ്പ് ഭാഗം, ഇതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മൾ കൈക്ക് ചെയ്യുക. സിമ്പിൾ. നിങ്ങൾക്ക് ഇതിൽ തന്നെ പലതും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഞാനും ചെയ്യാണ് കൂടെ, ഒപ്പം നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കും. ഇത് അടിക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ അടിക്കുക. ഇത് ഒരു ഭാഗം ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളെ ഈ ഒരു കൈ മാത്രം, ഇപ്പൊ 10 തവണ അടിക്കണമെങ്കിൽ നമ്മൾ 10 തവണ ഈ കൈ ഇവിടെ വരും. അതുപോലെ ഫുള്ള് ഒരു 50, ഒരു മിനിമം ഒരു 30. ആ തുടക്കത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, മിനിമം ഒരു കൗണ്ട് സെറ്റ് ചെയ്യുക. കൗണ്ട് സെറ്റ് ചെയ്തിട്ട് വേണം ഏത് എക്സസൈസ് ആയാലും മിനിമം ഒരു കൗണ്ട് നമുക്ക് യോജിക്കുന്നതും നമുക്ക് അത് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുന്ന ഒരു കൗണ്ട്. കൂടാനും പാടില്ല, അതേസമയം കുറയാനും പാടില്ല. അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ വെച്ച് നമ്മൾ ചെയ്യുക. പിന്നെ പോകെ പോകെ നമ്മളെ ബോഡി ഡെവലപ്പ് ആവുന്നതോടൊപ്പം അതിൻ്റെ കൗണ്ടും കൂട്ടാൻ നമ്മളെ ബോഡിയുടെ മാസം കൂട്ടി എടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഇതും നമ്മളെ ഹെൽത്ത് ബിൽഡിങ് മുന്നോട്ട് പോകുന്നത്. റെഡി? 1 2 3 4 5 6 7 8 9 10 11 12 14 15 16 17 18 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. ഗൈസ്, നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഒരു ഹാൻഡ് പുൾ അപ്പ് ആണ്. ഇത് മനസ്സിലായി കാണും, നിങ്ങൾക്ക് പലതും ചിലപ്പോൾ അറിയാമായിരിക്കും. എന്നാലും ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് അളവിൽ കൈ നല്ല കറക്റ്റ് ലെവലായിരിക്കും. കറക്റ്റ് ലെവലിൽ കൊണ്ടുവന്നിട്ട് കറക്റ്റ് നമ്മളെ ചിന്നിൻ്റെ താഴായിട്ട് ഇടുക. 1. പിന്നെ അതുപോലെ മാറരുത്, എന്താ കറക്റ്റ് ലെവലിലായി ഇങ്ങനെ വേണം വർക്കൗട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് ഇത് ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡിലേക്കും നമ്മൾ ചെയ്യണ്ട. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ ഇത് കൈക്ക് വേണ്ടി കളിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 14. ഇനി നിങ്ങൾ എണ്ണിക്കൊള്ളാം. നിങ്ങൾക്ക് ഇത് 50 ആവുന്നവരെ നിൽക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്പീഡാക്കി സ്കിപ്പ് ചെയ്ത് ശാലം ഒന്ന് സ്പീഡ് മുന്നോട്ടാക്കി ഇത് കാണാം. അപ്പൊ ഇത് 1 ആയി 2 ആയി. ഇതൊരു കാഴ്ച. അടുത്ത് ഇനിയും പല ടൈപ്പ് വ്യായാമമുണ്ട്. അത് കഴിഞ്ഞ് ഇത് നമ്പർ 3 ഞാൻ കാണിക്കുകയാണ്. നിങ്ങൾ ആദ്യം വലിയ ഇതൊന്നും ചെയ്ത് തുടക്കം എന്ന നിലയ്ക്ക് വലുതായിട്ടൊന്നും ഇപ്പോൾ ചെയ്തങ്ങ് എല്ലാം സെറ്റാക്കാം എന്ന് വെച്ചാൽ ഒരു വലിയമായ രീതിയിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. തുടക്കം എന്ന നിലയിൽ വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയാകും. ആ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റും
കറക്റ്റായിട്ടും കോഴ്സ് ബേസിൽ സ്ട്രിക്റ്റ് ആയിട്ടും ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ശേഷം നമുക്ക് പടിപടിയായിട്ട് മുന്നോട്ട് പോകും. അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്പർ 3, ഇത് നമ്പർ ടൈപ്പ് 3 ആണ്. ഇങ്ങനെ കറക്റ്റ് എന്ന് വെച്ചാൽ ഒരു കൈ ഫ്രണ്ടിലേക്ക് ഒരു കൈ ബാക്കിൽ. 3 4 5 6 7 30 31 32 34 35 36 37 38 40 50. എത്ര കൂടുതലായിട്ടുണ്ട് ഗൈസ്, അത് കുഴപ്പമില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങളെ ഇത് ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പോൾ കൗണ്ട് ചെയ്യുന്നു. ചില മിസ്റ്റേക്ക് ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും, അത് പ്രയാസമില്ല. നിങ്ങൾ നോക്കി ചെയ്യുക. കയ്യിൽ ചെയ്യാനുള്ളത് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ എക്സസൈസ് ആണ്. കൈ നല്ല രീതിക്ക് ഇത് ക്രാഫ്റ്റ് ഈ ഡെൽറ്റോട് പുള്ളപ്പായിട്ട് വരണം, പുള്ള് ചെയ്യണം, വെളിയിലോട്ട് പുള്ള് ചെയ്ത് വരണം. ഇപ്പോൾ നമ്മൾ എല്ലാ എക്യുപ്മെൻറ്റും വെച്ചിട്ടല്ല ചെയ്യുന്നത്. ബേസിക്കലി കുറച്ച് ഡംബിൾസും ബാർവെൽസും ബാക്കിയുള്ള ഇതൊക്കെ വരുന്നതായിരിക്കും. ബേസിക്കലി ഉള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ല? ഇത് 3 ചെയ്യുക. അത് കഴിഞ്ഞ് ഇനിയും ഉണ്ട് വർക്കൗട്ടുകൾ. അത് ടൈപ്പ് 4. 1 2 3 4 ഇത് ചെയ്യുക. ഇത് ചെയ്ത് നമ്മൾ പഠിക്കുക. ഇത് 4 ടൈപ്പ്. ഗൈസ് നിങ്ങൾ കണ്ടല്ലോ, 4 ടൈപ്പാണ് ഞാൻ ചെയ്തത്. അത് ഒന്നുകൂടെ വേണമെങ്കിൽ റിവേഴ്സ് ചെയ്തു തരാം. ആദ്യം 1 ഇത് 1 ടൈപ്പ് 1, അത് കഴിഞ്ഞ് ടൈപ്പ് 2, ജസ്റ്റ് ഒരു മിനിറ്റ്, ടൈപ്പ് 2, അത് കഴിഞ്ഞ് നമ്മൾ ഈ എക്സസൈസ് ഒന്ന് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട്, പിന്നെ തിരിച്ച് അതുപോലെ റിവേഴ്സ് സിസ്റ്റം. ഇത് ഫോർവേഡ്, റിവേഴ്സ് ഫോർവേഡ്, അത് കഴിഞ്ഞ് റിവേഴ്സ്. കണ്ടോ? ഇത് പെട്ടെന്ന് ശരിയാവില്ല, പക്ഷെ നിങ്ങൾക്ക് സാധാരണ പഠിക്കാനാണ്. ജസ്റ്റ് ഈ കൈ ഇങ്ങനെ വച്ചിട്ട് ഇത് കറക്റ്റ്, എന്നിട്ട് ഇത് ബാക്കിലോട്ട്. കണ്ടോ? ഇങ്ങനെ മെല്ലെ കറക്റ്റ്. അത് കഴിഞ്ഞ് ഇത് അതുപോലെ ബാക്കിലോട്ട് മെല്ലെ കറക്റ്റ്. ഇത് വലിയ സിമ്പിൾ കാര്യമല്ല, നിങ്ങൾ പഠിച്ചെടുത്ത് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. വർക്കൗട്ട് ചെയ്യേണ്ടത് ഗൈസ് മോർണിംഗിലാണ്. മോർണിംഗ് ഒരു 9 മണി വരയ്ക്കും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എത്രയും നേരത്തെ ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. പിന്നെ ഈവനിങ് ഒരു 5 മണി തൊട്ട് 4:30, ഒരു 4 മണിക്ക് ശേഷം മതി. അതാണ് അതിൻ്റെ സമയം എന്ന് പറയുന്നത്. അതാണ് പറ്റിയ സമയം. കറക്റ്റ് ചെയ്യേണ്ടത് ബിഫോർ സൺറൈസിങ്, ആഫ്റ്റർ ജസ്റ്റ് ബിഫോർ സൺ സെറ്റിങ്. സൂര്യ അസ്തമിക്കുന്നതിനും പിന്നെ സൂര്യ ഉദിക്കുന്നതിന് അസ്തമിക്കുന്നതിന് കുറച്ച് മുന്നിട്ട സമയമാണ് ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോഴാണ് സൂര്യൻ്റെ റേഡിയേഷൻ കറക്റ്റ് കിട്ടുന്നത്. ആ എനർജി സൂര്യൻ്റെ ഫുൾ സ്ട്രെങ്ത് വേവ് നമുക്ക് കിട്ടുന്നത്, എനർജി നമുക്ക് കിട്ടുന്നു. മനസ്സിലായി? പിന്നെ മോർണിംഗിൽ നല്ല ശുദ്ധമായ പ്യുവർ എയർ ആയി അതൊന്നും. നിങ്ങളിപ്പോ ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വലിയ വലിയ ജിമ്മിലൊക്കെ പോയി ചെന്നാൽ നിങ്ങൾക്ക് മാസം ഒരു എമൗണ്ട് ആവും. പിന്നെ മാത്രമല്ല, നിങ്ങൾ വീട്ടിന്റെ അടുത്തൊന്നും ആയിരിക്കത്തില്ല, വളരെ പലപ്പോഴും ദൂര സ്ഥലങ്ങളിലായിരിക്കും. ചിലവർക്ക് അടുത്തായിരിക്കും, ചിലവർക്ക് ദൂരെ ആയിരിക്കും. പിന്നെ നിങ്ങൾ അവിടെ കെട്ടി ചെന്ന് സമയം വീട്ടിൽ നിന്നൊക്കെ കെട്ടി ഒരുങ്ങി അവിടെ ചെന്നിട്ട് കളിക്കുന്ന സ്ഥലത്ത് വലിയ ഒരു മെഷീൻ തന്നെ ധാരാളം ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ എല്ലാവരും കളിക്കുന്നത് ഒരു മെഷീനായിരിക്കും, ട്രെഡ്മിൽ ഒന്നായിരിക്കും, ചിലപ്പോൾ 2 ട്രെഡ്മില്ലായിരിക്കും. അങ്ങനെ സംഭവങ്ങളായി. അപ്പൊ അതിൽ നിങ്ങൾ നിന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് കളിക്കാവും. അത് അവര് പറയുന്ന രീതിക്ക് അവിടെ ട്രെയിനർ ഉണ്ട്, അവര് പറയുന്ന കാട്ട് മാത്രമേ
അവര് പറയുന്ന ഡയറക്ഷനിൽ നിങ്ങൾക്ക് കളിക്കാം. നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു പുതുതായിട്ട് ചെല്ലുന്ന ഒരാൾക്ക് ഇതൊന്നും സാധിക്കണം എന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ സീനിയർ മാസ്റ്റർ ആയ ആൾക്ക് അവിടെ ചെന്നിട്ട് അവർക്കറിയാം ചെയ്യുന്നത്, അവർക്ക് അറിയാം. അത് മാസ്റ്റർ എന്നുള്ള എല്ലാ ഇതിനെ പറ്റി അറിയാന്നുള്ള കാര്യമായിട്ടുള്ള ആള് അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഗൈസ്, ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഇത് അത്യാവശ്യം ബേസിക് എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാത്തി കിട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. നമ്മളെ സമയം അത്രയും അരമണിക്കൂർ 1 മണിക്കൂർ ലാഭമാണ്. വീട്ടിൽ വരിക, ഡ്രസ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, നമ്മള് വർക്കൗട്ടിലേക്ക് ഡയറക്റ്റ് അപ്പൊ തന്നെ ഇറങ്ങുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സെറ്റാക്കി റെഡിയാക്കി വർക്കൗട്ടിലെടുത്ത് ഇറങ്ങാൻ പറ്റുന്നതായിരിക്കും. അതാണ് ഡിഫറൻസ്. പിന്നെ കയ്യിൽ നിന്ന് മാസം തോറും 1000 രൂപ 500 രൂപ ഇങ്ങനെ കൊടുക്കേണ്ട കാര്യവുമില്ല. നമ്മൾ ചെയ്യുന്നതാണ് ഡയറക്ഷൻ, നമ്മൾ കഴിക്കുന്നതാണ് ഫുഡ്. നമ്മളെ ഇഷ്ടത്തിന് സമയത്തിന് ചെയ്യാൻ പറ്റും. അതാണല്ലോ ഏറ്റവും വലിയ പ്ലസ് പോയിന്റുകളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലസ് പോയിന്റുകളാണ്. ഇതൊക്കെ വളരെ പ്ലസ് പോയിന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ 2 ദിവസം ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പം പോകാൻ പറ്റിയില്ല, അങ്ങനെ ചിലപ്പോൾ കണ്ടിന്യൂസ് എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല, അങ്ങനെ പല സംഭവങ്ങളും വരും. പിന്നെ നിങ്ങളെ ഓരോ സൗകര്യങ്ങളനുസരിച്ച് അത് നോക്കി നിങ്ങൾ ലോജിക്കായിട്ട് ചെയ്യും. അടുത്ത ഗൈസ്, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെയിറ്റ് ആണ്. അത് മീൻസ് ഡംബിൾസിൽ വെയിറ്റ് ആണ്. ഈ ഡംബിൾസിലെ വെയിറ്റും ഇതേപോലെ. ഏത് വർക്കൗട്ട് നിങ്ങൾ സിമ്പിളായിട്ട് ഉള്ള ഏത് ചെയ്താലും ഹാർഡായിട്ടുള്ള ചെയ്താൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൗണ്ടും കോഴ്സും പ്രോപ്പറായിട്ട് എല്ലാ ആംഗിളിലും ചെയ്തിരിക്കണം. ഇത്ര കൗണ്ട് മിനിമം ചെയ്തിരിക്കണം. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഒരിക്കലും അത് മറക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന്, ഇപ്പൊ ഞാൻ അത് വീണ്ടും കാണിക്കാം. ഇത് ടൈപ്പ് 1 ആണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഷോൾഡർ, നമ്മുടെ വിഡ്ത്ത് എത്രയാണോ നമ്മളെ ഷോൾഡർ, എത്രയാണോ നമ്മളെ വിഡ്ത്ത്, നമ്മളെ ഗേജ്, അതനുസരിച്ചേ ചെയ്യാവൂ. നമ്മളെ ഷോൾഡർ വെർത്തി കറക്റ്റ് രീതിയിലായിരിക്കണം. ഇങ്ങനെയൊന്നും വെച്ച് ചെയ്തല്ലേ കറക്റ്റ് ലെവലാ. ഞാൻ എൻ്റെ ഷോൾഡർ ഇത് ഇത്രയാണ്, അത് എടുത്തിട്ട് ഗൈസ്, ഞാൻ 16 എണ്ണം കൗണ്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ അളവിൽ. നിങ്ങൾ ഇതുപോലെ ഇപ്പുറത്തും അതുപോലെ 16 എണ്ണം മസ്റ്റായിട്ട് ഉറപ്പായിട്ടും ചെയ്യണം. ശ്രദ്ധിക്കുക, എയർ ഇൻടേക്ക് ഔട്ടേക്ക് കറക്റ്റ് ആയിരിക്കും. നോക്കിക്കോ. ഗൈസ് കണ്ടല്ലോ, ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു കോഴ്സാണ്. പിന്നെ കൈ കടിക്കുന്നത് ഈ ലെഫ്റ്റും റൈറ്റും ആംസ്, ഇതൊരു കോഴ്സാണ് നമ്മൾ ചെയ്തത്. ഈ കോഴ്സ് ചെയ്യുക. ഇത് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ടൈപ്പ് 1, ടൈപ്പ് 2, അടുത്ത് ഇത് ടൈപ്പ് 1 എക്സസൈസ്, അടുത്ത് ടൈപ്പ് 2 എക്സസൈസ്. ടൈപ്പ് 2 ചെയ്യുക. പിന്നെ ടൈപ്പ് 3 ഉണ്ട്, അപ്പ് ഡൗൺ സൈഡ് വൈസ്. ഇത് ഇത്രയും ചെയ്ത് കൗണ്ടിന് ചെയ്ത് നിർത്തുമ്പോഴായിരിക്കും ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുക. അടുത്ത് ടൈപ്പ് 2.
ഗൈസ് 20. അതുപോലെ ഇപ്പുറത്തും ചെയ്യുക. Guys, 20. Type 3. Pioneer 16. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. കണ്ടല്ല ഗൈസ്. ടൈപ്പ് 3 ആയിട്ടുണ്ട് ഗൈസ്, ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് ഇത് സ്പീഡിന് വേണ്ടി ഇത് മനസ്സിലാക്കിയാണ് ശാലോ സ്പീഡ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ അല്ല, ഇത് ഓരോ ടൈപ്പ് നിങ്ങൾ എണ്ണി തീരുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇത് ചെയ്യേണ്ട 2 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണ് ഗൈസ്. ഗൈസ്, നമ്മളിനി ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള 1-2 ഐറ്റംസ്. ദണ്ഡയോഗം എന്ന് പറയാൻ ദണ്ഡവ്യായാമമാണ് ഏറ്റവും നല്ല ബെനിഫിഷ്യൽ ആയിട്ട് നമ്മളെ വയറ് കുറയാനും നമുക്ക് മൊത്തത്തിൽ ശരീരം നന്നാവാനും വേണ്ടി. അത് ഞാൻ കാണിക്കാം. ഇങ്ങനെ കുത്തിയിരിക്കുക. ഇരുന്നതിന് ശേഷം കൈ നിങ്ങളെ ചെസ്റ്റിന്റെ അകലത്തിൽ കൈ വയ്ക്കും. വച്ച് തറയിൽ കൈ വയ്ക്കും. വച്ചിട്ട് കാല് പിന്നോട്ടിറക്കി 2 ജസ്റ്റ് കൈ ഒന്ന് വാഷ് ചെയ്തിട്ട്.
ചെയ്യാം. അത് ഇനി ഗൈസ് പുഷപ്പ് ഒരു മെയിൻ ഇതാണ്. വെയിറ്റ് ലിഫ്റ്റിൻ്റെ ഇടയ്ക്ക് കോർഡിനേഷനായിട്ട് സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് ഇത് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടേയാവും. പിന്നെ പുഷപ്പ് ചെയ്യാം. പുഷപ്പ് തന്നെ പല ടൈപ്പ് ഉണ്ട്. പുഷപ്പ് ഞാൻ ചെയ്യുകയാണ്, നോക്കിക്കോളൂ. രാവിലെ നല്ല മഴയുണ്ട് ഗൈസ്. ഇറ്റ്സ് അബൌട്ട് ടു റെയിൻ. നമുക്ക് വെയിറ്റും കൂടെ അടിച്ച് ഇന്നത്തേക്ക് നോക്കാം, സമ്പന്നമാക്കാം. 2-3 കോഴ്സ് കൂടെ ചെയ്യാം വെയിറ്റിന്റെ. മഴ പെയ്യാണ് ഗൈസ്, പക്ഷെ ഞാൻ ഇത് ഫിനിഷ് ആക്കും. ഗൈസ്, ഹെവി ആയിട്ടുള്ള റെയിൻ ആണ്, പക്ഷെ ഞാൻ ഇത് ഫിനിഷ് ചെയ്യാൻ പോവാണ്. ബാക്ക് ഷോൾഡർ ഉണ്ട്, അതും കൂടെ ചെയ്യുക. ടൈപ്പ് 2, ഒന്ന് ഇങ്ങനെ ചെയ്യുക, 1. രണ്ടാമത്തത് അപ്പ് ആൻഡ് ഡൗൺ ചെസ്റ്റ് ചെയ്യുക. പിന്നെ ടൈപ്പ് 3. ഗൈസ്, കാലാവസ്ഥ മോശമാണ്, ഹെവി റെയിനിങ് ആണ്. അപ്പം നിങ്ങളിതെല്ലാം കണ്ടു കാണുമെന്ന്. ഗൈസ്, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ടാപ്പ് ദ ബെൽ ഐക്കൺ. ലെജൻഡ് SSS 9087 പുതിയ ലേറ്റസ്റ്റ് വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ
രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാവുന്നതാണ് ഗൈസ്. താങ്ക് യു വെരി മച്ച് ഗൈസ്. See you another episode.